ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 തൊലി കറുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴവും നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ പഴം നന്നായിട്ട് കറുത്തു പോയാൽ ആരും കളയല്ലേ, ഇതുപോലെ സ്നാക്ക് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് ഈ പഴം ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്നാക്കിന് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആവാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ഇഡലി മാവിൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് ആവശ്യം. അപ്പോൾ അതുവരേക്കും നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിവിടെ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഇവിടെ അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ ഇതിവിടെ 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫെർമെൻ്റായി കിട്ടണം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സ്നാക്കിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ എള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലുള്ള കറുത്ത കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് പഴം ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് എണ്ണയിലിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കാത്തൊരു സ്നാക്കാണിത്. നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇതിലോട്ട് അധികം എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു വെറൈറ്റി പഴംപൊരിയാണിത്. നമ്മുടെ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദോശമാവൊക്കെ ചേർക്കാറുണ്ടല്ലോ, ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെയൊന്നും വേണ്ട. ഇതുപോലൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ലൊരു വെറൈറ്റി രുചിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കിൻ്റെ ടൈം ആകുമ്പം എളുപ്പത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.